അടുത്ത 4.5 വർഷവും ഉഴവൂർ വിജയനെ പോലുള്ള LDF തണൽ യാത്രികർക്ക് ഇങ്ങനെ പ്രാസവും പഴഞ്ചൊല്ലും സിനിമാ ഡയലോഗുകളും ഒക്കെയായി ആക്ഷേപഹാസ്യ പരിപാടിക്കാർക്ക് ആശയദാരിദ്ര്യം വരുമ്പോൾ ഉപയോഗിക്കാവുന്ന എക്സ്ട്രാ നടന്മാരായി വിരാജിക്കാം. പക്ഷേ അതല്ലല്ലോ അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസിലെ മണ്ഡലം DCC കമ്മിറ്റികൾ മുതലുള്ളവയിലെ രാഷ്ട്രീയ യശപ്രാർത്ഥികളുടെ അവസ്ഥ. DCC അധ്യക്ഷന്മാരുടെ പട്ടിക പ്രഖ്യാപിക്കാനിരിക്കെ പാലക്കാട് കോൺഗ്രസിൽ നിന്നുള്ള കലാപത്തെറിവിളികൾ പുറത്തുവരികയാണ്. സ്വാതന്ത്ര്യ സമര സേനാനി MT ഗോവിന്ദമേനോന്റെ അനുസ്മരണത്തിന് ഒറ്റപ്പാലത്തെത്തി ഗാന്ധിജിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന DCC പ്രസിഡന്റ് PE ബാലചന്ദ്രൻ ഒറ്റപ്പാലം ലക്കിടി പേരൂർ മണ്ഡലം മുൻ പ്രസിഡന്റ് നൽകുന്നതാണ് ഈ സ്റ്റഡി ക്ലാസ്. കോൺഗ്രസിന് ഇതുണ്ടാക്കാനുള്ള സംവിധാനം ഒരാൾക്കില്ല. നിങ്ങൾ പറഞ്ഞ പരിപാടി എത്ര പരിപാടി വ്യക്തിപരമുള്ളത് കഴിഞ്ഞു? എത്ര പരിപാടി നടത്തി വ്യക്തിപരമുണ്ട്? KPCC പറഞ്ഞ പരിപാടി നിങ്ങൾ DCC പറഞ്ഞ പരിപാടി നടത്തിയോടെ നടത്തിയോ? ആര് പറഞ്ഞു? നിങ്ങൾ സത്യമാണോ ഒറ്റപ്പാലത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയാൽ മതി. ഇവിടെ നിങ്ങൾ പറഞ്ഞത് ഈ എന്തെല്ലാം വിഷയങ്ങൾ പഞ്ചായത്തിനകത്തുണ്ട്? എത്ര ബൂത്തുകൾ കോൺഗ്രസ് ഉണ്ടാക്കി? നിങ്ങൾ രണ്ടാം നിങ്ങളല്ലേ? ബ്ലോക്ക് പ്രസിഡന്റ് അല്ലേ? ലക്കടിയിൽ ഇന്നെ കൂടെ കളിച്ചിട്ടുണ്ട്. ഇന്നലെ INS BJP ഉണ്ടാക്കി നടത്തി നിങ്ങൾ കിട്ടിയില്ല. തല്ലിപ്പുല്ലിന് ഇന്റെ സ്വഭാവം നിങ്ങൾ ഇളക്കരുത്. കാരണം ഇവിടെ കോൺഗ്രസ് ഉണ്ടാക്കുന്നത് നിങ്ങൾ വെച്ച ഞങ്ങൾക്ക് പരാതി ഉണ്ട്. കോൺഗ്രസ് കൊണ്ടാണ് BJPക്ക് ആളെ ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട്. ഏത് അപ്പനാരും സമ്മതിക്കില്ല. ഇതിപ്പോ ഞാൻ എന്നെക്കൂടെ തല്ലാൻ കഴിയില്ല. കാരണം നിങ്ങൾ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് ആയതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യില്ല. കാരണം ഇവരാരും ഒന്നും ചെയ്യില്ല. എന്നിട്ട് നിങ്ങൾ യോഗം നടത്തില്ലേ? കോൺഗ്രസിന്റെ യോഗം ഇവിടെ നടത്തില്ല. പിന്നെ അവർക്ക് കോൺഗ്രസ് അവന്റെ ഒറ്റയ്ക്കാണെങ്കിൽ അവന്റെ വീട്ടിൽ കൊണ്ട് നടത്തുക. ഇത് സത്യമല്ല. ഏത് അപ്പം കല്യാണം തല്ലും. ഇത്ര കാലം ഒരു യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി യോഗം ഇന്നത്തെ യോഗം എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ ഈ യോഗം എന്നോട് പറഞ്ഞില്ല. എന്നോട് എനിക്ക് പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഞങ്ങളെ പറ്റിക്കാൻ? നിങ്ങൾ എന്നോട് പറഞ്ഞതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ പറയാൻ ഞാനോടോ തീരുമാനിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് എനിക്ക് അറിയേണ്ടതല്ല. ഞാൻ പത്തിരിപ്പാലക്കാരൊന്നല്ല. ഞാൻ പാലക്കാട് ടൗണിൽ ജനിച്ചു വളർന്നവളാ. പലന്തരറിയോ? മറ്റേ പാലക്കാട് വളർന്നു നിന്നിട്ട് ഞാൻ ലിമിറ്റ് വെച്ചിട്ട് സംവിധാനം ഉണ്ടാക്കും. അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം. താൻ ചെയ്തില്ലേ? അനുഭവിച്ചില്ലേ? എന്റെ 7 വോട്ട് തോൽപ്പിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി കൊടുത്തില്ലേ? നിങ്ങൾ കാറ് കൊടുത്തില്ലോ? കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നപ്പോ കാറ് കൊടുത്തില്ലേ? ഇപ്പൊ പോയില്ലേ? ഇപ്പൊ അവർക്കും കിട്ടിയില്ല കാറ്. പാവപ്പെട്ട ഹൈന്ദവ രീതിയിൽ രാജ്യം പോലെ SC വാദപ്പെട്ട ആളുകൾ പഞ്ചായത്തുണ്ട്. എന്തെങ്കിലും ഒരു പരിഹാരങ്ങൾ കൊടുത്തോ? പിന്നെ ഇതിന്റെ സംസ്ഥാന സംവിധാനം ശിവരാമയെ വേണ്ടി വന്നു. ഐക്യ കേരളത്തിന്റെ 60-ാം വർഷത്തിൽ ഗാന്ധിജിയെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും മനസ്സിൽ ധ്യാനിച്ച് കോൺഗ്രസ് നേതാവ് നടത്തിയ ഈ തെറിയഭിഷേക ശ്രേഷ്ഠ ഭാഷാ പദവിയുമായി ഡെമോക്രസിയിൽ നിന്ന് പിൻവാങ്ങുന്നു. കേരളത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച് എല്ലാം ശരിയാക്കാൻ പുതിയ അവതാരപ്പിറവിയായി. മന്ത്രിയാകാൻ നിമിത്തമായത് ആശ്രിത വത്സലന്റെ പതനമെന്ന് പഴഞ്ചൊല്ലിൽ പറഞ്ഞ് മണിമൊഴി. ഈ കാരണവന്മാര് പറയാലേ ഓണം വരാൻ ഒരു മൂലം വേണമെന്ന് പറഞ്ഞ പോലെയാ. നോട്ടിനായി ക്യൂ നിന്ന് ജനത്തിന്റെ കാലിൽ വേര് മുളച്ചപ്പോൾ സ്റ്റഡി ക്ലാസുമായി പിള്ളച്ചേട്ടൻ. ഭയങ്കര ബുദ്ധിയാ ഇത്. 420-ാം വകുപ്പ് അനുസരിച്ച് വഞ്ചനയ്ക്ക് കേസെടുക്കാവുന്ന CRPC സെക്ഷൻ 349, IPC സെക്ഷൻ 329, 349, 111, 529. നരേന്ദ്രമോദിക്കെതിരെ 402-ാം വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്ന് പിള്ളച്ചേട്ടൻ. ഞാൻ രൂപ കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് ആ വാല്യൂവിനുള്ള സാധനം തരാതിരുന്നത് 420 അനുസരിച്ച് കേസെടുക്കേണ്ടതാ. ചീറ്റിംഗ്. ജയിലിൽ കിടന്നുള്ള നിയമപരിജ്ഞാനം, അനുഭവ സമ്പത്ത്. നമ്പർ പ്ലേറ്റ് വിവാദത്തിൽ സുരേഷ് ഗോപിയെ അവനെന്നും അയാളെന്നും വിളിച്ച് മുകേഷ്. സിനിമാ രംഗം അവൻ ചെയ്തിട്ടുള്ളതിന് അവന്റെ അടുത്താണ് ചോദിക്കേണ്ടത്. സുരേഷ് ഗോപിയെ പോലെ വെടിവെക്കാൻ താനില്ലെന്നും മുകേഷ്. നിങ്ങൾ വ്യക്തമായിട്ട് അത് കാണിച്ചില്ലേ? നിങ്ങൾ അവിടുത്തെ ലിസ്റ്റ് കാണിച്ചില്ലേ? പിന്നെ RTO ഓഫീസിലെ കാണിച്ചില്ലേ? പിന്നെ ഞാൻ വെടിയും കൂടെ വെക്കണമെന്ന് നിങ്ങൾ. കോൺഗ്രസിനെ രക്ഷിക്കാൻ പാലക്കാട്ടെ കോൺഗ്രസ് പ്രാദേശിക നേതാവ് തെറി അഭിഷേകവുമായി രംഗത്ത്. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടെങ്കിൽ നാളെ വീണ്ടും കാണാം. നമസ്കാരം.